ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുകയാണ്, പ്രചരണം നടത്തുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ അങ്ങയുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട്, ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ LDF തയ്യാറുണ്ടോന്ന്? ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായി ഈ സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ്. ആ വിഷയങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം അതിശക്തമായ വെറുപ്പും എതിർപ്പും ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ പാലസ്തീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് CAA കുറിച്ചും പാലസ്തീനെ കുറിച്ചും പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ കുറിച്ചും മിണ്ടിയിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് പാലസ്തീൻ. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ പാലസ്തീൻ വീണ്ടും കൊണ്ടുവരാ. അന്ന് CAAയും പാലസ്തീനുമായിരുന്നു അന്ന്. ഇതിന്റെ ഇടയിൽ ഈ വിഷയം ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതുവരെ ഈ വിഷയം കോൺഗ്രസ് പതിറ്റാണ്ടുകളായി പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയത്. ആ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുന്ന BJPയുമായി ബാന്ധവത്തിലുള്ളവരാണ് കേരളത്തിലെ CPM. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഈ സർക്കാരിന്റെ ഭരണം, പിണറായി സർക്കാരിന്റെ ഭരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. എല്ലാ കുടുംബങ്ങളിലും ഈ സർക്കാരിന്റെ ദുഷ്പ്രവർത്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന ഇരകൾ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇന്ന് ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി UDF കൂട്ടുകൂടുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അവര് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് വർഗീയതയുമായി UDF സന്ധി ചെയ്തു എന്നാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു പത്രസമ്മേളനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിന്റെ വീഡിയോയും അതിന്റെ ഓഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമിയും PDPയും LDFന് പിന്തുണ നൽകിയിരിക്കുന്നു. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നു. അവർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ CPMന്റെ മുഖപത്രം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരവും അഭിമാനകരവും എന്നാണ് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല. അവരുടെ പിന്തുണ നേടി അന്ന് അധികാരത്തിൽ വന്നാണ് 2006-ൽ. എന്നിട്ട് ഇപ്പൊ മാറ്റി പറയാം 2011-ൽ. അതുകൂടാതെ CPMന്റെ 2 MPമാർ തമിഴ്നാട്ടിൽ, രണ്ടുപേരും ഇവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ, അവരെ രാജിവെപ്പിക്കാൻ തയ്യാറുണ്ടോ? അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ കൊടുത്തത്. ഇവർ അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയായിട്ടാണ് ഇവർ കൂട്ടുകൂടിയത്. ഇതെന്താ ഇപ്പൊ പച്ചയ്ക്ക് വർഗീയത പറയാണ് CPM. പച്ചയ്ക്ക് വർഗീയത. CPM കേഡറുകളോട്, സ്ക്വാഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ, പണ്ട് കാലടി ഗോപിയുടെ കഥാപാത്രം പോലെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഏത് മതമാണ് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് CPM ഒരു കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധപ്പതിക്കാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയാം. എല്ലാ വീട്ടിലും ചെന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിന് വർഗീയത പറഞ്ഞോ അല്ലെങ്കിൽ വിഷയങ്ങൾ മാറ്റി പറഞ്ഞോ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാൻ മുഖ്യമന്ത്രിയും CPMഉം ശ്രമിക്കണ്ട. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലുള്ളത് ഈ സർക്കാരിനോടുള്ള അതിശക്തമായ എതിർപ്പാണ്. ആ എതിർപ്പ് വോട്ടാവും, ഒരു സംശയവും വേണ്ട. UDF നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ വിലയിരുത്തൽ
ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് തന്നെയാണ്. ഈ ചോദ്യം ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞ എല്ലാ ദിവസവും അതേ ചോദ്യം ചോദിക്കണ്ട. UDF ഈ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് സ്വീകരിച്ചത്. UDFൽ ഒരു തീരുമാനമുള്ളൂ, എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനമുള്ളൂ. അതിലേക്ക് തോണ്ടാൻ മുഖ്യമന്ത്രി വരണ്ട. ഒരു തരത്തിലും പോവില്ല. അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തിനാ വോട്ട് നഷ്ടപ്പെടുന്നത്? എല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാ വിഭാഗവും ഞങ്ങളുടെ കൂടെ ഉണ്ട്. കൂടുതൽ ആളുകൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആർക്കാ പിന്തുണ കൊടുത്തിരുന്ന ഇവിടെ നിലമ്പൂർ സീറ്റിൽ അന്ന് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രചരണം നടത്തിയപ്പോ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാനൊരു ഓന്തിന്റെ നിറം മാറുന്നത് പോലെ എനിക്കൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇത്രയും പ്രായമുള്ള ഒരാളെ കുറിച്ച് പറയാൻ ഊന്തിന്റെ നിറം മാറുന്നത് പോലെ ഒരു പാർട്ടിയും അതിന്റെ നേതാവും നിറം മാറുകയാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആർക്കാ പിന്തുണ കൊടുത്തിരുന്നത്? ആർക്കായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരുന്നു? ദൈവം എന്നിട്ട് മാറ്റി പറയുകയാണ്. ഒരു ഇത് വേണ്ടേ? ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് ഒറ്റയടിക്ക് പറയാണ്. എന്നിട്ട് PDP പിന്തുണ സ്വീകരിക്കുകയാണ്. അബ്ദുൽ നാസർ മദനി തീവ്രവാദിയായതുകൊണ്ട് ആ തീവ്രവാദിയെ ഞങ്ങളുടെ പോലീസ് പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRDയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച ഗവൺമെന്റാണ് CPM ഗവൺമെന്റ്. അപ്പൊ ആ തീവ്രവാദിയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുക. ഞങ്ങളൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്തുണ കൊടുത്തു. ഈ നിലമ്പൂരും പിന്തുണ കൊടുത്തു. അത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ അതിനെയൊന്നും കുറ്റപ്പെടുത്തിയില്ലല്ലോ. പക്ഷെ അവരെ കുറിച്ച് ഏറ്റവും മോശമായിട്ട്, മദനിയെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് ആരാ പറഞ്ഞത്? CPM. ഏറ്റവും മോശമായിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാത്ത രീതിയിൽ മദനിയെ അധിക്ഷേപിച്ച് തീവ്രവാദി എന്ന് വിളിച്ച പാർട്ടി CPM ആണ്. എന്നിട്ടിപ്പോ ആ പിന്തുണ കുഴപ്പമില്ല. പിന്നെ മറ്റൊരാളുണ്ടല്ല, ഹിന്ദു മഹാസഭ. അവരെന്താ മതേതരവാദികളാണോ? CPMന്റെ കൂടെ നിൽക്കുമ്പോൾ മതേതരവാദികളാണോ? ഹിന്ദു മഹാസഭ ആണോ? CPMന്റെ കൂടെ നിന്ന മതേതരവാദി അല്ലേ? എന്നാൽ UDFന് ആരെങ്കിലും പിന്തുണ കൊടുത്താൽ അവരെല്ലാം വർഗീയവാദിയാണ്. അത് കയ്യിൽ വെച്ചാൽ മതി. ജനങ്ങൾക്ക് അറിയാം നന്നായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറുപടി. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കും. ഏതാ? അതൊക്കെ അവരോട് നിങ്ങൾ ചോദിക്കും. അവര് പത്രസമ്മേളനം നടത്തുമ്പോ നിങ്ങൾ അവരോട് പോയി ചോദിക്കും. നിങ്ങൾ അവരോട് ചോദിക്കുന്നേ, എന്നോട് ചോദിക്കണത്.